എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ്മാനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡൈനാമിക് വേരിയബിൾസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് API ടെസ്റ്റിംഗിൽ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസേജ് പേലോഡ് പാസ് ചെയ്യുന്ന APIസിലായിരിക്കും. അതായത് പോസ്റ്റ്, പുട്ട്, പാച്ച് പേലോഡ് പാസ് ചെയ്യുന്ന റിക്വസ്റ്റുകളിലാണ് നമുക്ക് ഡൈനാമിക് വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. റിയൽ ടൈമിൽ സപ്പോസ് ഞാൻ ഈ പോസ്റ്റ് ക്രിയേറ്റ് ന്യൂ യൂസർ എന്നുള്ള API സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നെയിം എന്നുള്ള ഒരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ മോർഫിയസ് എന്ന് നമ്മൾ പാസ് ചെയ്യുന്നു. ജോബ് എന്നൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ ലീഡർ എന്നുള്ളതാണ്. റിയൽ ടൈമിൽ നമ്മൾ APIs ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന API ആണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഈ ഡേറ്റ പാസ് ചെയ്ത് സെൻഡ് ചെയ്ത് വീണ്ടും ഇതേ ഡേറ്റ വെച്ച് തന്നെ വീണ്ടും റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ ആയതുകൊണ്ട് പിന്നെ API ഓൾറെഡി ഡേറ്റ എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് എറർ മെസ്സേജ് ത്രോ ചെയ്യും. പക്ഷേ ഇതൊരു ഡമ്മി റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ APIs ഡമ്മി APIs ആയതുകൊണ്ട് റിക്വസ്റ്റിൻ്റെ കേസിൽ അങ്ങനെ എറർ മെസ്സേജ് ഒന്നും വരാൻ പോകുന്നില്ല. ഇപ്പം ഒരു തവണ സെൻഡ് ചെയ്തു, 201 വന്നു, വീണ്ടും സെൻഡ് ചെയ്തു, വീണ്ടും 201 തന്നെ വന്നു. അപ്പോൾ റിയൽ ടൈമിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള API ആണ് നമുക്ക് ഡെവലപ്പർ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പം നെയിമിന് പകരം യൂസർ നെയിമും ജോബിന് ഒരു ഇമെയിലും പിന്നെ പാസ്വേഡ്, അങ്ങനെയുള്ള പാസ്വേഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് ആയിരിക്കും. അപ്പം ഒരു തവണ ഒരു ഇമെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതേ API അതേ ഡേറ്റ വെച്ച് സെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എറർ മെസ്സേജ് ത്രോ ചെയ്യും. കാരണം ഇമെയിൽ യൂണീക്ക് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ ഡൈനാമിക് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് വേരിയബിൾസ് യൂസ് ചെയ്താൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ API വരുത്തേണ്ട ചേഞ്ചസ് വളരെ മിനിമൽ ആയിരിക്കും. ഓരോ തവണയും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ യൂണീക്ക് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫേക്കർ യൂസ് ചെയ്താണ് പോസ്റ്റ്മാൻ ഇൻബിൽഡ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ നെയിമിന് പകരം നമ്മൾ ഈ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം ഓരോ തവണയും പുതിയ പുതിയ ഡേറ്റ ക്രിയേറ്റ് ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡബിൾ കേർലി ബ്രേസ് യൂസ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ തന്നെ സജഷൻസ് കാണിക്കും. കേർലി ബ്രേസ് ഇടാറുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് കൊണ്ടുപോയി കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡൈനാമിക് വേരിയബിൾസ് കാണിക്കും. റാൻഡം അബ്സ്ട്രാക്റ്റിംഗ്, റാൻഡം ആൽഫ ന്യൂമറിക്. നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് നെയിം ആണോ വേണ്ടത്, അപ്പം റാൻഡം ഫസ്റ്റ് നെയിം എന്ന് സെർച്ച് ചെയ്യാം. റാൻഡം ഫസ്റ്റ് നെയിം എന്നുള്ള ഈ ഐയെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് റാൻഡം ഫസ്റ്റ് നെയിം. അതായത് റാൻഡം ഫസ്റ്റ് നെയിം ഓരോ തവണയും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു. ഇനി ജോബിന് പകരം ഞാൻ വേറൊരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന, ഓരോ തവണ പുതിയ പുതിയ ജോബ് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡൈനാമിക് വേരിയബിൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ജോബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് വേരിയബിൾ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തു. എന്നിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ കൺസോളിൽ പോയ ശേഷം ആ ലോഗ്സ് എല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഞാൻ ഈ API സെൻഡ് ചെയ്യാൻ പോവാണ്. API സെൻഡായി, 201 ക്രിയേറ്റഡ്. അപ്പോൾ സെർവറിൽ ഒരു പുതിയ ഡേറ്റ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാസ് ചെയ്ത ആ റിക്വസ്റ്റ് ബോഡി എന്താണെന്ന് അറിയാൻ വേണ്ടി കൺസോളിൽ പോയി റിക്വസ്റ്റ് ബോഡി എന്നുള്ള സെക്ഷൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത്തവണ പാസ്സായ വാല്യൂ നെയിം ലിബി എന്നും ജോബ് ലീഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു റിക്വസ്റ്റ് കൂടെ കൺസോളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ റിക്വസ്റ്റ് ബോഡി നോക്കുമ്പോൾ ഇത്തവണ ചവോൺ എന്നുള്ള പേരിലുള്ള ഒരു പേര് നെയിമാണ്, വാല്യൂ ആണ് പാസ്സായിരിക്കുന്നത്. പിന്നെ ജോബിൻ്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാളിറ്റി അസോസിയേറ്റ്. വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്തൊരു യൂണീക്ക് ഡേറ്റ ആയിരിക്കും ക്രിയേറ്റ് ആകുന്നത്. വീണ്ടും നമ്മൾ റിക്വസ്റ്റ് ബോഡി പോയി ഓർവിൽ എന്നുള്ള പേരിലുള്ള ഒരു പേരാണ് പാസ്സായിരിക്കും, ജോബ് ചീഫ് ആപ്ലിക്കേഷൻസ് ഡയറക്ടർ. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഡൈനാമിക് വേരിയബിൾസ് നമ്മുടെ പേലോഡിൽ പാസ് ചെയ്താൽ ഗുണം, നമ്മുടെ പേലോഡിൽ വരുത്തേണ്ട ചേഞ്ചസ് മിനിമലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഒത്തിരി വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എറർ മെസ്സേജ് ഓരോ തവണയും
ഡ്യൂപ്ലിക്കേറ്റ് ഇമെയിൽ ചെക്കിൻ്റെ എറർ മെസ്സേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇതാണ് ഡൈനാമിക് വേരിയബിൾസിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് പോസ്റ്റ്മാൻ. നമ്മൾ APIs അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനാമിക് വേരിയബിൾസ് ഉണ്ട്. അത് ഈ ഒരു ലിങ്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡിഫറെൻറ്റ് ഡൈനാമിക് വേരിയബിൾസ്. ഫേക്കർ ലൈബ്രറി യൂസ് ചെയ്താണ് പോസ്റ്റ്മാൻ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. GUID ക്രിയേറ്റ് ചെയ്യാം, ടൈം സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യാം, ISO ഫോർമാറ്റുള്ള ടൈം സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യാം, റാൻഡം UID ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനാമിക് വേരിയബിൾസ് ഉണ്ട്. നമ്മുടെ API എന്താണോ അക്സെപ്റ്റ് ചെയ്യുന്ന കീ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള ഡൈനാമിക് വേരിയബിൾസ് പോസ്റ്റ്മാനിലുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പേലോഡിലെ ഹാർഡ് കോഡിങ് അവോയ്ഡ് ചെയ്യാതെ വഴി നമുക്ക് നമ്മുടെ കളക്ഷനിലെ റിക്വസ്റ്റുകളുടെ മെയിൻ്റനൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡൈനാമിക് വേരിയബിൾസ് കൊണ്ടുള്ള പോസ്റ്റ്മാനുള്ള പ്രാക്ടിക്കൽ യൂസേജ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയൊരു കാര്യം പോസ്റ്റ്മാനിലെ ഡൈനാമിക് വേരിയബിൾസ് പ്രാക്ടിക്കൽ യൂസേജ് എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും കൂടെ ഈ ചാനലിൻ്റെ കാര്യമൊന്ന് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.